പ്രിയമുള്ള സഹപ്രവർത്തകർ, എനിക്ക് ചെറിയ പനിയും ജലദോഷമാണ്. എൻ്റെ തൊണ്ട ശരിയല്ല, അതുകൊണ്ട് കൂടുതൽ ശബ്ദത്തിൽ സംസാരിക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ വരാതിരുന്നത്. പിന്നെ മാത്രമല്ല, ഇന്ന് നിങ്ങളൊരു പ്രകടനം നടത്തുന്നു വൈകുന്നേരം. അപ്പോൾ എന്നെ ആരോ ബന്ധപ്പെട്ടിരുന്നു ഇവിടെ നിന്നും. അപ്പോൾ ഞാൻ ആ പ്രകടനത്തിൽ സമയത്ത് എത്തിക്കോളാം എന്ന് അറിയിച്ചിരുന്നു. വിളിച്ച ആളുകൾ ആരോണ് എന്നെ പലരും വിളിച്ചിരുന്നു, ആരൊക്കെ വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പ്രകടനത്തിൽ വന്നുകൊള്ളാം എന്ന് ഞാൻ അറിയിച്ചിരുന്നു. പക്ഷെ പിന്നീടാണ് അത് ഒഴിവാക്കി ക്യാൻസൽ ചെയ്തു എന്നുള്ള കാര്യം ആരോ എന്നെ അറിയിച്ചത്. എന്തായാലും കേരളത്തിലെമ്പാടും വലിയ സമരം നടക്കുകയാണ്. നഴ്സുമാർ അവരുടെ ശമ്പളം, ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും ഈ സമരത്തെ സംബന്ധിച്ച് ഞാൻ പറയാറുണ്ട്. എനിക്കൊരു സഹോദരിയാണുള്ളത്. എൻ്റെ സഹോദരിയും നേഴ്സാണ്. ആൾ വിദേശത്താണ് ജോലി ചെയ്യുന്നതെങ്കിലും വർഷങ്ങളായി. പക്ഷേ ദീർഘകാലം നമ്മുടെ നാട്ടിൽ ജോലി ചെയ്തിട്ടാണ് ആൾ വിദേശത്തേക്കൊക്കെ പോയത്. അപ്പം നമ്മുടെ നാട്ടിൽ ആശുപത്രികളിൽ ജോലി ചെയ്യുമ്പോൾ ഉള്ള പ്രയാസങ്ങൾ ഒക്കെ ഞാൻ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ കുറേ നാളുകളായി, എനിക്ക് തോന്നുന്നു 2018 കാലയളവിൽ ഒരു സമരം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിരുന്നു. ആ സമയത്ത് നമുക്ക് ആനുകൂല്യങ്ങൾ, ശമ്പളം വർധനവിലൊക്കെ കാര്യമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ ആ സമയത്ത് സാധിച്ചിരുന്നു. അപ്പോൾ വീണ്ടും കേരളത്തിലെമ്പാടും നഴ്സുമാർ സമരത്തിൻ്റെ പാതയിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾ ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ അത് പരിഗണിക്കപ്പെടുക തന്നെ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സർക്കാർ തലത്തിലൊക്കെ ചില ചർച്ചകളൊക്കെ നടന്നുവെങ്കിലും അത് അന്തിമമായിട്ടുള്ള അതിൻ്റെ രൂപത്തിലേക്കായിട്ടില്ല. അത് മാനേജ്മെൻറ്റുകളും സർക്കാരും അതുപോലെ തന്നെ സംഘടനയുടെ പ്രതിനിധികളുമൊക്കെ ഇക്കാര്യത്തിൽ കൃത്യമായി ചർച്ചയുടെ പാതയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇതിനകത്ത് ന്യായമായ പരിഹാരം ഉണ്ടാക്കണമെന്നുള്ളതാണ് നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം. തീർച്ചയായിട്ടും ന്യായമായ നിങ്ങൾ ഉന്നയിക്കുന്ന എല്ലാ ആവശ്യങ്ങളുടെ കൂടെയും ഞങ്ങളെപ്പോലുള്ള ആളുകളും ഒക്കെ കൂടെയുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ ഡയറക്ടർ അച്ഛനുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അച്ഛനായിട്ട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് അച്ഛൻ ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ് പറഞ്ഞത്. നിങ്ങൾ അദ്ദേഹവുമായിട്ട് ചർച്ച നടത്തിയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അച്ഛനുമായിട്ട് സംസാരിക്കാം. ഞാൻ എൻ്റെ അടുത്ത് സംസാരിച്ചതനുസരിച്ച് മാനേജ്മെൻറ്റ് നിങ്ങളുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന നിലയിലാണ് എന്നോട് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ, കാരണം ഇത് ജനങ്ങളെ ബാധിക്കുന്ന, എല്ലാവരെയും, ആശുപത്രിയുടെ സേവനം എന്ന് പറയുന്ന എല്ലാവരെയും ബാധിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇത്തരം വിഷയങ്ങൾ ചർച്ചയിലൂടെ പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. നിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടണം. അതുപോലെ തന്നെ ഒരു പൊതുജന ആരോഗ്യം എന്ന നിലയിൽ നമുക്ക് ആശുപത്രികളുടെ പ്രവർത്തനവും നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചർച്ചയുടെ പാത അല്ലെങ്കിൽ ചർച്ചയ്ക്കുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിൽ ആ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി വിഷയങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. നിങ്ങൾ സേവന വേതന വ്യവസ്ഥകൾ നിങ്ങൾ ഉന്നയിക്കുന്ന നിലയ്ക്ക്, ന്യായമായ നിലയ്ക്ക് അത് അംഗീകരിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾ നടത്തുന്ന സമരത്തിന്, പോരാട്ടത്തിന്, അതിന് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെയും ഇത്തരം സമരങ്ങളിൽ കൂടെ തന്നെയാണ് നിങ്ങൾക്ക് ശമ്പളത്തിൽ വർധനവ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് തന്നെ നിങ്ങൾ നടത്തുന്ന സമരങ്ങൾ അത് ന്യായമായി തന്നെ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും. അതോടൊപ്പം ഈ ഇത്തരം മാനേജ്മെൻറ്റുകളുമായിട്ട്, ഞാനിപ്പോൾ അപ്പോളോ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പോളോ ഹോസ്പിറ്റലിൽ അവിടെ ഇതുപോലെ തന്നെ സമരം ചെയ്യുന്ന നഴ്സുമാരെ, നിങ്ങളുടെ സഹപ്രവർത്തകരെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. അവിടെ ഞാൻ അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ച് എത്രയും വേഗം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നുള്ളതാണ്. നിങ്ങളിങ്ങനെ ഈ പൊരി വെയിലത്ത് ഈ ആശുപത്രിയുടെ പടിക്കൽ ഇങ്ങനെ സമരം ഇരിക്കേണ്ടി വരുന്ന സാഹചര്യത്തെ ഓർത്ത് ഞങ്ങൾക്ക് വിഷമമുണ്ട്. നമുക്കതുകൊണ്ട് എത്രയും വേഗം നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് ആവശ്യമായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ചർച്ചകൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ തയ്യാറാണ്, സന്നദ്ധമാണ് എന്നുകൂടി നിങ്ങളോട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാനുണ്ടായില്ല, ഒന്നാമത് എനിക്ക് പനിയായിരുന്നു.
എന്തായിരുന്നില്ല ഉണ്ടെങ്കിൽ വരാതിരിക്കുന്നത്.